മാരീഡാണ്. കഴിഞ്ഞ ദിവസം അവൻ്റെ വൈഫ് പ്രസവിച്ചു എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിലും വാട്സാപ്പിലും അതേപോലെ ഫേസ്ബുക്കിലെല്ലാം പോസ്റ്റ് ഇട്ട്. ഇന്ന് ആ സെയിം വ്യക്തിനെ നമ്മൾ കാണുന്നത് 60 വയസ്സായ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി 65 ലക്ഷം രൂപയോളം പറ്റിച്ചു എന്ന് പറഞ്ഞ കേസിലാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2-3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഷിയാസ് കരീമിന്റെ പീഡന കേസിനെ കുറിച്ചിട്ടാണ്. ഇത് സത്യമാണോ അതോ കെട്ടിച്ചമച്ചതാണോ നമുക്ക് ആർക്കും പറയാൻ വേണ്ടി പറ്റൂല. ഈ ഒരു കേസ് ഫസ്റ്റ് പുറത്തറിഞ്ഞ സമയത്ത് ഷിയാസ് കരീം ആദ്യം പ്രതികരിച്ചത് അറിയാൻ പാടില്ല, ഇത് ആരാണെന്ന് പോലും എനിക്ക് അറിയില്ല, എൻ്റെ പേരിൽ ഒരുപാട് കോൺട്രവേഴ്സിയും കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ അതിന് പുറമെ ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് അവൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കെട്ടിച്ചമച്ചതാവാം. കാരണം ആർക്കും ആരുടെ പേരിൽ ഇപ്പോൾ പീഡന കേസും കാര്യങ്ങളും സിമ്പിളായിട്ട് ഫയൽ ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ആദ്യം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം ഈ സ്ത്രീയുടെ ഈ 60 വയസ്സായ അല്ലെങ്കിൽ ഈ ഷിയാസ് കരീം 65 ലക്ഷം രൂപയോളം തട്ടിയെടുത്ത ഈ സ്ത്രീ 1-2 വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് 10,000 വെച്ചിട്ട് പല തവണയായിട്ട് തന്നാൽ മതി, അക്കൗണ്ട് ത്രൂ അയക്കണ്ട, ഡയറക്റ്റ് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഷിയാസ് കരീമിൻ്റെ തന്നെ പറയുന്ന അവൻ്റെ വോയിസ് ക്ലിപ്പുകൾ ഈ സ്ത്രീ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് ഇതിൽ കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിവാഹ വാഗ്ദാനം നൽകി തൻ്റെ ജിമ്മിൻ്റെ റിനോവേഷൻ നടത്താൻ വേണ്ടിയിട്ട് 65 ലക്ഷം രൂപയോളം വാങ്ങി. ഇപ്പോൾ തിരിച്ചു ചോദിച്ചപ്പോൾ സ്വകാര്യ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി ലീക്കാക്കുമെന്നും അതല്ലാണെങ്കിൽ പോൺ സൈറ്റുകൾക്ക് കൈമാറുമെന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതാണ് ഈ സ്ത്രീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വോയിസ് ക്ലിപ്പും കാര്യങ്ങളും കൂടെ പുറത്തു വന്നതിന് ശേഷം ഷിയാസ് കരീം വേറൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലിക്ക് അറിയുന്ന ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിക്ക്, എൻ്റെ ഉമ്മാക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ ഫാമിലിയിലുള്ള പരിചയത്തിലുള്ള ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ പരാതിക്കാരിയായ സ്ത്രീ തൻ്റെ ഉമ്മാൻ്റെ നിന്നും ഭാര്യയുടെ നിന്നും സ്വർണം വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. താൻ അറിയാണ്ട് തൻ്റെ ഫാമിലിയിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പ്രശ്നങ്ങൾ, ഇതിനു മുമ്പ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്നതിന് ശേഷമാണ് ഇവരുടെ വീട്ടുകാർ, അല്ലെങ്കിൽ ഷിയാസിൻ്റെ വീട്ടുകാർ ഇവനെ ഈ കാര്യം അറിയിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഈ സ്ത്രീ ഇതേപോലെ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് മീഡിയാസ് വഴി ഈ ന്യൂസ് പുറത്തു വന്ന സമയത്ത് ഷിയാസ് കരീം ഇതേപോലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് ഫയൽ ചെയ്തതിൻ്റെ ഒരു റെസിപ്റ്റും അതൊരു സ്ക്രീൻഷോട്ടെല്ലാം ഷിയാസ് കരീമും സോഷ്യൽ മീഡിയ വഴി പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നുണയാകാം, ചിലപ്പോൾ സത്യമാകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം കെട്ടിച്ചമച്ചതാവാം. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ വേണ്ടി കഴിയില്ല. അത് ഈ ഒരു വ്യക്തിക്കും അതേപോലെ ഷിയാസ് കരീമിനും മാത്രം, അവർ രണ്ടാളുടെയും ഇടയിൽ നിൽക്കുന്ന മാത്രം കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം ആൾക്കൂട്ട വിചാരണ ചെയ്യാതിരിക്കുക. പിന്നെ ഷിയാസ് കരീം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സെയിം പാറ്റേണിലൊരു കേസിലാകപ്പെട്ടത് കൊണ്ടും അന്ന് മീറ്റു പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്തും ഇതേപോലൊരു കേസ് ഷിയാസ് കരീമിൻ്റെ പേരിലുണ്ടായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കേസും ഈ കേസും അതും കൂട്ടിക്കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ കുറച്ച് ദിവസം മുമ്പുണ്ടായ ബീഫിൻ്റെ വിഷയം, അതും ഇതിൽ കൂടെ നൈസായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ സകല കമൻറ്റ് ബോക്സും കാണാൻ പറ്റുന്നത്. അതിൽ കമൻറ്റ് ബോക്സിൽ അവനെ തെറി വിളിക്കുന്നവരുണ്ട്. കാരണം അവൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കുറ്റം ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകത്തുള്ള ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. കുറ്റം ചെയ്തവരെ സപ്പോർട്ട് ചെയ്യൂല. പക്ഷേ അത് തെളിയണം. അത് തെളിയുന്നത് വരെയെങ്കിലും മാക്സിമം ആൾക്കൂട്ട വിചാരണ ചെയ്യാതിരിക്കുക. എന്തായാലും കോടതിയിലുള്ള വിഷയമാണ്. ഓൾറെഡി 2 സൈഡിൽ നിന്നും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. വിധികൾ വരും, വിചാരണകളും കാര്യങ്ങളെല്ലാം വരും. അതെല്ലാം കുറ്റം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കള്ളപ്പരാതിയാണെന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. എല്ലാ തീരുമാനങ്ങളും വിധിയും കാര്യങ്ങളും അതിൻ്റെ മുറ പോലെ നടക്കട്ടെ. മാക്സിമം നമ്മൾ ആൾക്കൂട്ട വിചാരണ ചെയ്ത് ആരുടെയും ലൈഫ് സ്പോയിൽ ചെയ്യാതിരിക്കുക. ഒന്നേ പറയാനുള്ളൂ, തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അതിനാരും ന്യായീകരിക്കുന്നില്ല, ന്യായീകരിക്കാനും പറ്റൂല. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ലോകത്തുള്ള ആരാണെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. പക്ഷെ എന്ത് തന്നെ ആണെങ്കിലും ഈ ഒരു പ്രശ്നം രാഷ്ട്രീയം തമ്മിൽ കൂട്ടിക്കൊടുക്കാൻ നിൽക്കരുത്. രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, എന്ത് ഭക്ഷണം കഴിച്ചോട്ടെ, ബീഫ് കഴിക്കുന്നവർക്ക് ബീഫ് കഴിക്കാം, പോർക്ക് കഴിക്കുന്നവർക്ക് പോർക്ക് കഴിക്കാം. അതിനൊന്നും ആരും എതിര് പറയുന്നില്ല. അത് അവർക്ക് കഴിക്കാൻ കംഫർട്ടാണെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോട്ടെ. പക്ഷേ ഇതും അതും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ആൾക്കൂട്ട വിചാരണ ചെയ്തിട്ട് ആരുടെയും ലൈഫ് സ്പോയിൽ ചെയ്യാൻ നിൽക്കരുത്. അതൊരു റിക്വസ്റ്റ് മാത്രമുള്ളൂ. കാരണം ഇതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മുമ്പും കേട്ടിട്ടുണ്ട് ഓരോ ആൾക്കാരുടെ. പിന്നെ നമ്മൾ അധികമായിട്ടും കേട്ടു വന്നിട്ടുള്ളത് ഇതേപോലെ കേസിലാക്കപ്പെട്ട ആൾക്കാർ സൂയിസൈഡ് ചെയ്ത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഇര സൂയിസൈഡ് ചെയ്ത്, അല്ലെങ്കിൽ കുറ്റാരോപിതനായ വ്യക്തി സൂയിസൈഡ് ചെയ്ത്, അങ്ങനെ കുറേ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ കേസും കാര്യങ്ങളും വിചാരണ നടക്കട്ടെ. അതിന് മുമ്പ് ആൾക്കൂട്ട വിചാരണ ചെയ്ത് ആരുടെയും ജീവിതം നശിപ്പിക്കാതിരിക്കുക. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. സത്യമേവ ജയതേ, സത്യം മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ. അലിൻ ജോസ് പറഞ്ഞ പോലെ സത്യമേവ ജയതേ, അങ്ങനെയല്ല, സത്യമേവ ജയതേ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.